അറ്റൻഷൻ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്വിമ്മിംഗ് പൂളിൽ ഒരുത്ത് നിന്ന് തേച്ചരച്ച് കുളിക്കണ്. ഇതങ്ങ് വിഴിഞ്ഞാൻ കടപ്പുറത്തൊന്നുമില്ല, ന്യൂസിലാൻഡിലെ ഏതോ പബ്ലിക് പൂളില്. അതും ഏതോ കിഡ്സ് പാർക്ക് ആണെന്നാണ് അറിയാൻ പറ്റിയ. എന്ത് ചെറ്റത്തരവണവും കാണിക്കണം. ഇവിടെ നിന്ന് പോയപ്പോ പെട്ടിയിൽ ചെറ്റത്തരം കൂടെ കൊണ്ടുപോയതാണ്. എന്ത് ഊളത്തോടെ നമ്മുടെ രാജ്യത്ത് കാണിക്കാലോ. അതിനല്ലേ നമ്മുടെ ഇന്ത്യ ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് വേറെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും അവിടുത്തെ രീതികളിലും ഒക്കെ ഇഴകി ചേർന്ന് അവരെ റെസ്പെക്ട് ചെയ്ത് വേണം നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ ശല്യപ്പെടുത്താതെ വേണം ജീവിക്കാൻ. അതാണ് അതിന്റെ ഒരു ശരി. അല്ലാതെ നമ്മളിവിടെ പഞ്ചായത്ത് പൈപ്പിന്റെ മുമ്പ് കുത്തിയിരുന്ന് മുണ്ടില്ലാതെ കുളിക്കുന്നു വെച്ചിട്ട് അതേ സ്വഭാവം പോയി അവിടെ കാണിച്ച് ആടി ചെവുക്കളി ഇരിച്ചിട്ട് കൊടുക്കണം. അവൻ നോക്കിയാണ് ഇടയിൽ വെച്ച് തേക്കണം. ഇവൻ പ്ലാൻ ചെയ്ത് കുളിക്കാൻ വേണ്ടി പോയതാണ്. ഇവന് സോപ്പൊക്കെ ഇവിടെ നിന്ന്. അല്ല, നമ്മൾ ആരെങ്കിലും ഇവിടുത്തെ വീഗലാൻഡ് പൂളിൽ പോയിട്ട് ഇതുപോലെ സോപ്പ് വെച്ചെങ്കിലും കുളിക്കുമേ? അമേരിക്കയിൽ നിന്ന് ഇപ്പൊ ചങ്ങലക്കെട്ട് മിലിറ്ററി പെയിന്റ് കയറ്റി വിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും പാട്രിയാർക്കി ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ബഹളം വരുന്നു. 2 ദിവസം പറഞ്ഞ് 3 മുതൽ കാണാനില്ല. അല്ല, ശരിക്കും എന്താണ് അതിന്റെ സൊല്യൂഷൻ? മോദി ഒന്നും ഒഴിഞ്ഞില്ല, വിദേശകാര്യ മന്ത്രാലയം ഒഴിഞ്ഞു മുങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒന്നാത്തേരും നമ്മൾ അമേരിക്കയിൽ അത്ര വലുതൊന്നുമില്ല, അമേരിക്കക്കെതിരെ നമുക്ക് മിണ്ടാനൊന്നും പറ്റില്ല. അതൊരു പോയിന്റ്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഫ്ലൈറ്റ് അയച്ച് അവരെ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് അവിടുത്തെ ചെലവ്. ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് അയച്ച് അവർ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന അത് അതിനേക്കാൾ വലിയ ചെലവ്. അതായത് പൈസയാണ് പ്രശ്നം. 1-2 ഇന്ത്യക്കാരാണ് അവിടെ കിടക്കണം, ഇഷ്ടം കണക്കിന് ആൾക്കാർ അവിടെ കിടക്കണം. അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപ വേണം. അപ്പൊ സർക്കാർ എന്ത് ചെയ്ത് മിണ്ടാതെ നൈസായിട്ട് അങ്ങ് മിണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ ആനയെ താലപ്പൊലിനെയൊക്കെ കയറ്റി വിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. എന്ത് കുഴപ്പം? അവർക്കൊരു കുഴപ്പമില്ല, നമ്മളത് ചെയ്താൽ മതി. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ ഗവൺമെന്റ് എന്താണ് ഒന്നും മിണ്ടായിരുന്നെന്ന്? നല്ലവണ്ണം ചിക്കിളി ഇറങ്ങും, അതാണ് ഒന്നും മിണ്ടാത്ത.